ഹായ് എവ്രി വൺ. ഇന്ന് എംബ്രാൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു കുക്കിംഗ് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, അതായത് എംബ്രാൾ എന്ന് പറഞ്ഞ ചാനലിൽ മോസ്റ്റ്ലി എൻ്റെ പേഴ്സണലി ഉള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊന്നും അറിയാത്ത റെസിപ്പീസ് ഒന്നുമല്ല. ആദ്യം തന്നെ എല്ലാം നമുക്ക് അറിയുന്ന റെസിപ്പീസാണ്. അത് കുറച്ച് റിനോവേറ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിങ്ങിൻ്റെ ഒക്കെ ഒരു 5 മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾ സെറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും എമറാൾഡിലെ കുക്കിംഗ് വീഡിയോസ് എന്നുള്ളത് പറയാറുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ഹെൽത്തി ഐറ്റമാണ്. റെസിപ്പിയുടെ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ അവല് നനച്ചത് എന്നൊക്കെ പറയാറില്ലേ, അതുപോലത്തെ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ അവല് നനയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെതായ രീതിയിൽ പെട്ടെന്ന് നമ്മളൊരു എന്താ പറയുക, ഒരു ഗ്രോസറി ഷോപ്പിൽ പോയാൽ ഒരു പലചരക്കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാനും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സ്റ്റൊമക്ക് ഫില്ലർ ആയിരിക്കണം, എന്നാൽ അത് ഹെൽത്തി ആയിരിക്കണം, അങ്ങനെ ഒരു കൺസേൺ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെളുത്ത അവിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അവൽ നനയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ അതുപോലെ തന്നെ റേസിൻസ്, നമ്മുടെ ഉണക്കമുന്തിരി, പിന്നെ ഇതിനൊക്കെ സ്വീറ്റ്നർ ആയിട്ട് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയല്ല ശർക്കരയാണ്. പഞ്ചസാരേനേക്കാളും കുറച്ചുകൂടി നല്ലത് ഇപ്പം ശർക്കരയാണ്, അല്ലെങ്കിൽ പഞ്ചസാര നമ്മളെപ്പോഴും കഴിക്കുന്നതല്ലേ, അപ്പം അതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. കുറേ വീടുകളിലൊക്കെ തന്നെ ശർക്കര ഉപയോഗിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും അവല് നനയ്ക്കുക അല്ലെങ്കിൽ വിളയിക്കുക എന്നൊക്കെ പറയും. ഇത് വിളയിച്ചതല്ല, ഇതിനൊന്നും ഗ്യാസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് നോക്കാം. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വെളുത്ത അവല് നമ്മളൊരു പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം എന്ന് പറയുന്ന സംഭവം നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ട് മാത്രമാണ് ചേർക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ നാളികേരം ചിരകാൻ ഒക്കെ മടിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നാളികേരം ചിരവിയതുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം സ്കിപ്പ് ചെയ്യാം. കാരണം ഈ വെളുത്ത അവല് നനയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഞാനിവിടെ നാളികേരം എടുത്തിട്ടില്ല, അതുപോലെ ഏലക്ക പൊടി എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയ സംഭവങ്ങളാണ്, പക്ഷെ ഇതൊക്കെ ടേസ്റ്റുള്ള ഐറ്റംസ് ആയിരിക്കും. അടുത്തത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് വെക്കുന്നത് കുറച്ച് എന്താ പറയുക കാഷ്യൂസ് ആണ്. കാഷ്യൂസിന് പകരം പൊട്ടുകടല, സാധാരണ കടല, ഇതൊക്കെ നല്ല സംഭവങ്ങളാണ്. കാരണം നമ്മളിത് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കടിക്കാനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അവലിൻ്റെ കൂടെ ഇപ്പോൾ ഹിന്ദു ഫാമിലീസിലൊക്കെ ആണെങ്കിൽ അവരുടെ ട്രഡീഷനൊക്കെ ആണെങ്കിൽ ഇപ്പം എന്താണ് നമ്മുടെ ഈ ഡാൻസിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ അവൽ നനച്ചതൊരു വളരെ അധികം റിലീജിയസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഐറ്റമാണ്. അതിൽ മലരൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉണക്കമുന്തിരിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരച്ച് ശർക്കരയാണ് എടുത്തത്. ഇതൊന്നും മുഴുവൻ വേണ്ട, നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇത് കത്തി കൊണ്ട് ചീവി എടുക്കാമെന്നൊക്കെ പറയും. ഞാനത് ഒന്ന് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കത്തി കൊണ്ട് ഒന്നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് വളരെ ചെറിയ തരികളായിട്ട് കിട്ടും. ഇത് നമ്മുടെ മധുരം എത്രയാണ് വേണ്ടത് എന്നത് നോക്കിയിട്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്യാൻ. ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. അതായത് ശർക്കര ഒന്ന് ചീവിയിടുക എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, അതൊന്ന് ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിംഗ് പ്രോസസ്സാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ വെള്ളം എന്ന് പറയുന്നത് ഓൾറെഡി കുറേ അങ്ങ് കോരി ഒഴിക്കരുത്, മറിച്ചൊരു എന്താ പറയുക അതിൻ്റെ ഒരു ആവശ്യത്തിനുള്ള ഒരു 2-3 സ്പൂൺ മാത്രം മതി. കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്, ഇതിന് വേണ്ടി സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ മധുരം കൈ വെച്ചിട്ട് എന്താ പറയുക തിരുമ്പുക, ഞെരടുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എല്ലാ പോർഷനിലേക്കും ഇത് പാകമായിട്ട് വരുന്നത്. ഇത്രയും ഉള്ളൂ പരിപാടി. ഇത് സാധാരണ ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ മദറിലോ ഒക്കെ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കും, കുട്ടികൾ കഴിക്കാൻ വരുന്നതിന് മുന്നേ ആയിട്ട്. ഇത് കഴിഞ്ഞാൽ ഇത് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവർക്കൊരു 4 മണിക്ക് ഈവൻ ട്യൂഷൻസിനൊക്കെ പോകുന്നതിന് മുന്നേ അവൽ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദേ ആർ വെരി ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇനി ഇതൊരു ടേസ്റ്റിംഗ് ടൈമാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ടൊന്ന് ഒപ്പീനിയൻ പറയാം. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സെർവിങ് പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് എനിക്കിപ്പോൾ നിങ്ങളെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് അണ്ടിപ്പരിപ്പ്. ഇതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ മധുരം കുറവാണ്, ഞാൻ കുറച്ച് ശർക്കര ചേർത്തിട്ടുള്ളൂ. വളരെ നല്ലതൊന്നും പറയാനില്ല, പക്ഷെ കഴിക്കാം. നിങ്ങളിതൊന്നുകൂടെ ഭംഗിയായിട്ട് ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞ പോലെ ഏലക്കാപ്പൊടി, നാളികേരം ചിരകിയത് ഒന്ന് ആഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സോ യമ്മി, ഹെൽത്തി. അതാണ് മെയിൻ. പിന്നെ അവരിഷ്ടമുള്ളവർക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടമാവും.
അപ്പോൾ എന്തായാലും പരീക്ഷിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ലൈവാക്കുക. ഇപ്പോൾ ശരിക്കും ടേസ്റ്റ് വരുന്നുണ്ട് കഴിച്ച് തീരുമ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.